ഏതൊക്കെയായിരുന്നു എന്നുള്ളത് പറയണം ആദ്യം. പോലീസിന്റെ എല്ലാം റിപ്പോർട്ട് ഉണ്ടാവുന്നു. പോലീസിന്റെ റിപ്പോർട്ട് നോക്കിയില്ല നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഒരു പത്രം അതിൻ്റെ സൈഡ് ഹെഡിങ്ങിൽ പ്രധാനപ്പെട്ട വാർത്തയിൽ കൊടുത്തത്. എന്തടിസ്ഥാനത്തിലാവുന്നത്? പോലീസ് പറഞ്ഞു എന്നാണ് പറയുന്നത്. പോലീസ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടോ? പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് മനസ്സിലാവട്ടെ, പുറത്തു വരട്ടെ. ഞങ്ങൾക്കാർക്ക് എതിരുള്ളത് 25-ാം തീയതി ഉച്ചക്ക് ഇമ്മാതിരി ഒരു പോസ്റ്റ് ഇട്ട് ഗുണഭോക്കാവേണ്ട വല്ല കാര്യവും CPM ഉണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടോ? ഇല്ല. ഇല്ലാന്ന് വളരെ വ്യക്തമല്ലേ? ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഇതിന്റെ ഭാഗമായിട്ട് ഇമ്മാതിരി ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. അതിന് ഗുണഭോക്താക്കൾ ഞങ്ങളല്ലതാനും. പോലീസ് റിപ്പോർട്ടൊന്നും ഞങ്ങൾ ഇപ്പോൾ അത് വന്നില്ല. പോലീസ് റിപ്പോർട്ട് വന്നില്ല. ഷെയർ ചെയ്യപ്പെട്ടത്. അപ്പൊ അതിൽ ഒറിജിനലോ ആണ്. അല്ല, അയാൾ ഇടപക്ഷമാണ്. അയാളാണല്ലോ വിട്ടത്. അങ്ങനെ പറഞ്ഞ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പേര് പറയാൻ കഴിയും. പറഞ്ഞോട്ടെ, അന്വേഷിച്ചോട്ടെ. ഞങ്ങൾക്കെന്താ കുഴപ്പം? CPIMന്റെ ഏതെങ്കിലും ഒരു അംഗത്തിനോ ഏതെങ്കിലും ഒരു മെമ്പർക്കോ ഒരു അനുഭവിക്കോ ഉണ്ടെന്നുള്ളതല്ല. CPMന് ഇതിന്റെ ഒരാവശ്യവുമില്ല. അവിടെ പാർട്ടി എന്ന രീതിയിൽ ഇമാതിരി ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളൊട്ട് ആ നിലപാട് സ്വീകരിക്കുന്നില്ല. നിങ്ങൾ മുമ്പേ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ നിയോജക മണ്ഡലത്തിൽ ആദ്യം മുതൽ ഒരു മാസത്തിലധികമായി സ്വീകരിച്ചു വരുന്ന ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് നിരവധി ആളുകളെ തെറ്റായ പ്രവണതകളുടെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പേരെന്നെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും വക്താക്കളെ. അതെല്ലാം വിട്ട് നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലീസിന്റെ ഒരു മൊഴി ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇടതുപക്ഷത്തിനെതിരായ കടന്നാക്രമണം നടത്തേണ്ട കാര്യമായിട്ട് അല്ല, സ്ഥിരമായിട്ടുള്ള നിലപാടാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം CPMന്റേതാണ്. നിങ്ങൾ ഒഫീഷ്യലി ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPIMന്റേതല്ലാത്ത നിരവധി CPMന്റെ പേര് ഉപയോഗിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ. അതിൽ ഒരു പേര് ഞാൻ നേരത്തെ പറഞ്ഞത്, നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ് പലതും. അതിലൊന്നാണ് പോരാളി ഷാജി.